ഹലോ, ദിസ് ഇസ് മീ സെൽവകുമാർ. ഹായ് ഡി എസ് കെ പ്ലാറ്റൂൺ. അപ്പോൾ നമ്മുടെ ചാനലിൽ അംഗമാകാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിത്തിന് സാധിക്കുകയുള്ളൂ. ഈ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ നമ്മളിപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് RLV രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട കലാമണ്ഡലം സത്യഭാമ നടത്തിയ പ്രസ്താവനയാണല്ലേ. കണ്ടാൽ കാക്കയുടെ നിറം പെറ്റ തള്ളയ്ക്ക് പോലും സഹിക്കില്ല. കലാമണ്ഡലം സത്യഭാമ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു യൂട്യൂബിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതായത് കറുപ്പ് നിറമുള്ള ആൾക്കാർ കല പഠിക്കാം, പക്ഷെ അവർക്ക് അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ഭംഗി എന്ന് പറഞ്ഞത് വെളുത്തിരിക്കുന്ന ആൾക്കാരാണ് ഭംഗി, അത്ര കറുത്തിരിക്കുന്ന ആൾക്കാർ ഭംഗിയല്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഈ മോഹിനിയാട്ടം പോലുള്ള കലകൾ പഠിക്കണമെങ്കിൽ അതിൽ മോഹിനി ആയിരിക്കണം, മോഹനനായിരിക്കരുത് എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി കലയ്ക്ക് എന്താണ് അതിൻ്റെ യോഗ്യത എന്താണ്? ആക്ച്വലി ഒരു കല പഠിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ഒരു വ്യക്തിക്ക് ആ കലയോടുണ്ടാകുന്ന താല്പര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത്. പിന്നെ ടാലൻറ്റും കൂടിയിട്ടാണ്. ഈ താല്പര്യവും ടാലൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് കലയും പഠിക്കാം. അതിന് ആണോ പെണ്ണോ ഒന്നൊരു വ്യത്യാസം ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് കളറും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമേ അല്ല കലയ്ക്ക്. കാരണം നമുക്കറിയാം, നമ്മളെല്ലാം പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഉണ്ടാക്കിയിട്ടുള്ള, ആർക്കോ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിച്ച് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സ്വയം ചിന്തിച്ചുകൊണ്ട് മാറ്റത്തിനെ മനസ്സിലാക്കുന്ന ആൾക്കാർ വളരെ കുറവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് കാരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെ ചുറ്റും ഒരുപാട് പേരുണ്ട്. വെളുത്ത നിറത്തിലുള്ള ആൾക്കാരും കറുത്ത നിറത്തിലുള്ള ആൾക്കാരും ഇരുനിറത്തിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഉണ്ട്. എല്ലാവരും വ്യത്യസ്തരാണ്, വ്യത്യസ്ത കഴിവുകളുള്ളവർ എല്ലാവരും തന്നെയാണ്. ജീവിതത്തിൽ വെളുത്തവരെ മാത്രമാണോ സക്സസ്ഫുൾ ആയിട്ടുള്ളത് എന്ന് നോക്കി കഴിഞ്ഞാൽ ഇല്ല. കറുത്തവർ മാത്രമാണോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇല്ല. ഇരുനിറത്തിലുള്ളവരാണോ എന്ന് നോക്കി കഴിഞ്ഞാലും ഇല്ല. എല്ലാ തരത്തിലുള്ള ആൾക്കാരും ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നിറമല്ല, ഓരോരുത്തരുടെ കഴിവാണ്, അതിനുള്ള താല്പര്യമാണ്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ തമിഴ്നാട്ടില് ഇപ്പം ചില നടന്മാരൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വിജയ് സേതുപതി, ശിവകാർത്തികേയൻ, അതുപോലെ തന്നെ ബോബി സിംഹ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ നിറത്തിന്റെ പേരിൽ റിജക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് ഈ തമിഴ് സിനിമയിൽ ഏറ്റവും ടോപ്പ്, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സിനിമകളിലും ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കിട്ടുന്ന ആക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ വെളുത്ത നിറത്തിലുള്ള ആൾക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് മലയാളത്തിൽ മമ്മൂക്ക ഉണ്ട്, ലാലേട്ടൻ ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, അതുപോലെ തന്നെ തമിഴിൽ അജിത് കുമാർ ഉണ്ട്, പിന്നെ കമൽഹാസൻ ഉണ്ട്, തുടങ്ങിയ ആൾക്കാരെല്ലാം വെളുത്ത നിറത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ അവരും അവരുടെ ഇൻഡസ്ട്രിയിൽ അവർക്കൊരു സ്ഥാനം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലേ? അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ആൾക്കാരെല്ലാവരും തന്നെ കലാകാരന്മാരാണ്. അവരെല്ലാം കലയെ സ്നേഹിക്കുന്ന വ്യക്തികളാണ്. മാത്രമല്ല ആ കലയോടുള്ള താല്പര്യവും അവരുടെ കഴിവാണ് അവരുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് കളർ ഒരു മാനദണ്ഡമേ അല്ല. കളറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ആരും തന്നെ സക്സസ്ഫുൾ ആയിട്ട് ആവുകയും ചെയ്യുകയില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കഴിവുകൾ അംഗീകരിക്കാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയ്ക്കുണ്ട്. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ആക്ച്വലി അവർക്കുള്ളത്. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവർ അംഗീകരിക്കുന്നത്. പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അംഗീകാരം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ നീഡ്. കാരണം നമ്മൾ അംഗീകരിക്കുന്നതിന് വേറെയും ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. തീർച്ചയായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും നമ്മുടെ കഴിവിൽ മനസ്സിലാക്കുന്ന ആൾക്കാരും നമുക്ക് ഒരുപാട് പേരുണ്ട്. അവരുടെ അംഗീകാരമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനം. കാരണം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധം ഇല്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും. ഇഷ്ടപ്പെടാത്തവർ വേണ്ടെന്നേ, ദർ ഇസ് നോ നീഡ് ഓഫ് ദം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഓർത്ത് ഇല്ലെങ്കിൽ അവർ പറയുന്നതിന് എതിരെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ സമയം വേസ്റ്റാക്കുന്നത് നമുക്ക് തന്നെയാണ് ദോഷം. അത്തരത്തിലുള്ള ആൾക്കാരെ മാറ്റി നിർത്തുക, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്നും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ തമിഴ് നടനായിട്ടുള്ള വിജയ് ഒരു
പ്രോഗ്രാമിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത് നമ്മളൊരു പുഴയായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കണം നമ്മുടെ ടാർഗറ്റ് നോക്കിക്കൊണ്ട്. അതിലേക്ക് ചില ആൾക്കാർ കല്ലെറിയും. പിന്നെ അത്തരത്തിലുള്ള ആൾക്കാർക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം വേസ്റ്റ് ആവും എന്നുള്ളതാണ്. അവർ കുറച്ച് കാലം എറിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ തന്നെ നിർത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സ്ഥലത്ത് മാത്രം സംസാരിക്കുക, അനാവശ്യമായിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിലും ഇപ്പം നമുക്കറിയാം, നമ്മുടെ ലോകരാജ്യങ്ങളിൽ തന്നെ പല രാജ്യങ്ങളും പല മാറ്റങ്ങൾക്ക്, പ്രത്യേകിച്ചും നല്ല മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. പക്ഷെ ഈ സമയത്ത് പോലും നമ്മുടെ ഇന്ത്യയിൽ ഇനിയും ഒരുപാട് പേർ ഇത്തരത്തിലുള്ള പഴയ ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ആർക്കു വേണ്ടി എഴുതിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതാണ് ജീവിതം എന്ന് മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് വളരെ കഷ്ടം തോന്നാറുള്ളത്. പ്രത്യേകിച്ചും ഈ ശാസ്ത്ര ലോകത്ത്. കാരണം ശാസ്ത്രം ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാലോ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ മാറ്റത്തിന് വിധേയമാകുന്നതാണ്. ഒരു നിമിഷം മാറ്റം സംഭവിക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരേണ്ടതാണ്, അത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ജനങ്ങൾ, അതായത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനിക ജനാധിപത്യ മൂല്യം അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ലോകത്തെ നമ്മൾ പരിണാമപരമായിട്ട് തന്നെയാണ് വീക്ഷിക്കേണ്ടത്. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശാസ്ത്രബോധം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമാകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. ആധിപത്യം എവിടെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ ഇപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോഴും നമ്മൾ ഭരണം എന്നൊരു വാക്കാണ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഭരണമല്ല ആക്ച്വലി ജനാധിപത്യത്തിൽ വേണ്ടത്, സേവനമാണ്. അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഈ ജനാധിപത്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഭരിക്കണം എന്നൊരു ചിന്ത വരുന്നത് ചില ആൾക്കാർക്ക്. അപ്പോൾ ആക്ച്വലി ജനാധിപത്യം എന്ന് പറഞ്ഞത് ഈക്വാലിറ്റിയാണ്. എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു മൂല്യമുള്ളതാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ജനാധിപത്യ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. മാത്രമേ നമുക്ക് എല്ലാവരെയും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു മാറ്റത്തിന്, പ്രത്യേകിച്ചും ഒരു സോഷ്യൽ ചേഞ്ചിന് വിദ്യാഭ്യാസത്തിന് വളരെ നല്ലൊരു പങ്കുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഇന്നും ഈ ജാതി, മതം, ഇനം ഇല്ലെങ്കിൽ കളർ ഇതിൻ്റെ പേരിലൊക്കെ ഇപ്പോഴും ഡിവിഷൻ ചെയ്തുകൊണ്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം അത്തരത്തിലുള്ള ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ മാറ്റേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിവിക് സെൻസ്, അതായത് പൗരബോധം. ഒരു രാജ്യത്തിൽ ജീവിക്കുന്ന ഒരു പൗരന് ഉണ്ടാകേണ്ട ബോധ്യങ്ങൾ അല്ലെങ്കിൽ ബോധം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും റൈറ്റ്സ് പരമായിട്ട്, നിയമങ്ങൾ പരമായിട്ട് അതിൽ ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തേത് സെക്സ് എഡ്യൂക്കേഷൻ, അതായത് സ്ത്രീ പുരുഷൻ പരസ്പരം റെസ്പെക്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ സിസ്റ്റങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. മൂന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം മാറ്റം നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നല്ല മാറ്റത്തിന് കാരണമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നല്ലൊരു മാറ്റത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് സംസാരിക്കാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.